വന്ദേ മാതരം കൊച്ചിയുടെ മൂന്നാം ഘട്ട മത്സരം ബിജെപി ന്യൂനപക്ഷ മോർച്ച നസ്രത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. വന്ദേമാതരം എഴുതപ്പെട്ടതിന്റെ 150-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചിയിലെ 150 വിദ്യാർത്ഥികൾ വന്ദേമാതരം പൂർണ്ണരൂപം ആലപിക്കുന്ന വന്ദേമാതരം കൊച്ചിയുടെ മൂന്നാം ഘട്ട മത്സരം ബിജെപി ന്യൂനപക്ഷ മോർച്ച നസ്രത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നസ്രത്ത് ഡയമണ്ട് പാർക്കിൽ സംഘടിപ്പിച്ചു. ബിജെപി ന്യൂനപക്ഷ മോർച്ച എറണാകുളം സിറ്റി ജനറൽ സെക്രട്ടറി ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബിജെപി ന്യൂനപക്ഷ മോർച്ച നസ്രത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബിജെപി കൊച്ചി മണ്ഡലം വൈസ് പ്രസിഡന്റ് മാനുവൽ ടിനി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ടി സി അഗസ്റ്റിൻ ജോസി, ബിജെപി ന്യൂനപക്ഷ മോർച്ച രാമേശ്വരം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി എക്സ് യേശുദാസ്, ബിജെപി ന്യൂനപക്ഷ മോർച്ച ഫോർട്ട് കൊച്ചി നോർത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പീറ്റർ നിക്സൺ, ബിജെപി ന്യൂനപക്ഷ മോർച്ച ഫോർട്ട് കൊച്ചി സൗത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി എഡ്ഗർ, ബിജെപി ന്യൂനപക്ഷ മോർച്ച പള്ളുരുത്തി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് ഗോഡ്വിൻ, കെ എം ജോസഫ്, ബിജെപി രാമേശ്വരം ഏരിയ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അനിൽ രാജ് എന്നിവർ പ്രസംഗിച്ചു. വന്ദേമാതരം പൂർണ്ണരൂപ ആലാപന മത്സരത്തിൽ ഒന്നാം സമ്മാനം കുമാരി കൃഷ്ണപ്രിയ കരസ്ഥമാക്കി. ബിജെപി ന്യൂനപക്ഷ മോർച്ച മുതിർന്ന നേതാവ് കെ ജെ പീറ്റർ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ചൂടുപിടിച്ച ഒരു ചർച്ചാ വിഷയമാണ് ഇത്. ചൂടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ജൂണിൽ തന്നെ നാം വന്ദേമാതരം എന്ന ഈ പാട്ട്, ഈ ദേശീയ ഗീതം കൊച്ചിയിലെ 150 വിദ്യാർത്ഥികളെ കൊണ്ട് പാടിക്കുന്ന ഈ സംരംഭം വന്ദേമാതരം കൊച്ചി നാം ആരംഭിച്ചതാണ്. ഇപ്പോൾ വന്ദേമാതരം പാടണോ പാടണ്ടേ, മുഴുവൻ പാടണോ പകുതി പാടിയാൽ മതിയോ എന്നുള്ള വളരെ ശക്തമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളുമൊക്കെ നടക്കുന്ന സമയമാണ്. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.